നമുക്ക് കഴിഞ്ഞ CSEB എക്സാം, അതായത് ഫെബ്രുവരി 15 നടന്ന CSEB എക്സാമിൻ്റെ സബ്ജക്റ്റ് വൈസ് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും നമുക്കൊന്ന് പഠിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ നിന്നും മാക്സിമം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ ഇതിൻ്റെ ഈ ഒരു മേഖലയിൽ നിന്നുള്ള വേറെ ടൈപ്പ് ചോദ്യങ്ങൾ വന്നാൽ പോലും നമുക്ക് കിട്ടും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 61ാമത്തെ ചോദ്യമായിരുന്നു, ഹൂ ഡിഫൈൻഡ് കോർപ്പറേഷൻ ആസ് സംതിങ് മോർ ദാൻ എ സിസ്റ്റം? ഇറ്റ് ഈസ് എ സ്പിരിറ്റ് വിച്ച് അപ്പീൽസ് ടു ദി ഹേർട്ട് ആൻഡ് മൈൻഡ്. ഇറ്റ് ഈസ് എ റിലീജിയൻ അപ്ലൈഡ് ടു ബിസിനസ്. ഇറ്റ് ഈസ് എ ഗോസ്പൽ ഓഫ് സെൽഫ് സഫിഷ്യൻസി ആൻഡ് സർവീസ് എന്ന് പറഞ്ഞത് ആരാണെന്നാണ് ചോദിച്ചിരുന്നത്. മനസ്സിലായോ? ആരായിരുന്നു? ഇതിനകത്ത് നമ്മളൊരു ട്രിക്ക് ഉണ്ട്, ഓർത്ത് വെച്ചേക്കാൻ. ഹാർട്ട് ടു മൈൻഡ് എന്ന് നിങ്ങൾ കണ്ടാൽ എന്താണ്ടേ, ആരെ നമ്മൾ ഓർക്കണമെന്നറിയാമോ? ഹാർട്ട് ടു മൈൻഡ് എന്ന് കണ്ടാൽ നമ്മൾ ML ഡാർലിങ്ങിനെ ഓർക്കണം, മൽക്കം ഡാർലിങ്ങിനെ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് ഒന്ന് പഠിക്കാം. കൃത്യമായി പഠിച്ചാൽ എന്തായാലും എല്ലാ പ്രാവശ്യവും ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ്, അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റി പറഞ്ഞ തോട്ട്സൊക്കെ നമുക്ക് CSEBക്ക് ചോദിക്കാറുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ഇത്രയും നിങ്ങൾ പഠിച്ചാൽ, ഈ പുസ്തകത്തിൻ്റെ പേര് ഫുള്ള് നിങ്ങൾ പഠിക്കണം എന്നില്ല, നിങ്ങൾ ഹിൻഡ് എന്തെങ്കിലും ഒരു വേർഡിൻ്റെ ഹിൻഡ് ആക്കി വെച്ച് പഠിച്ചാൽ മതി, നിങ്ങൾക്കത് കിട്ടും. നോക്കാം നമുക്ക്. ഈ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി, ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി, റോബർട്ട് ഓവൻ, അതായത് നമ്മുടെ കോർപ്പറേഷൻ്റെ പിതാവായിരുന്നു. ഇന്ത്യയുടെ അല്ല, ലോകത്തിലെ കോർപ്പറേഷൻ്റെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പിതാവ് ആരാണ്? റോബർട്ട് ഓവൻ. ഇന്ത്യയിലെ ആകുമ്പോൾ അത് ഫ്രെഡറിക് നിക്കോൾസൺ ആവും. ദെൻ ഓക്കെ, അപ്പം അദ്ദേഹമാണ് ആദ്യമായിട്ട് പറഞ്ഞത് കോപ്പറേറ്റീവ് സൊസൈറ്റി, എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്ന് ആരുടെയാണ്? റോബർട്ട് ഓവൻ്റെ ബുക്കാണ് ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് എൻവയോൺമെൻറ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് എൻവയോൺമെൻറ്റ് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. റോബർട്ട് ഓവൻ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ്റെ പിതാവാണ്. അദ്ദേഹമാണ് പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും നല്ലത് സഹകരണങ്ങളാണ് എന്ന് അദ്ദേഹമാണ് ആദ്യമായിട്ട് പറഞ്ഞത്, അല്ലേ? സോ എന്താണ്, ഒരു സൊസൈറ്റിയെ പുതിയ രീതിയിൽ നമുക്ക് കാണണം, എൻവയോൺമെൻറ്റ് മാറ്റി കാണണം, അത്ര ഓർത്ത് വെച്ചേക്കാം. എൻവയോൺമെൻറ്റും ദെൻ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. ആ ഒരു സൊസൈറ്റിയുടെ വ്യൂ, നമ്മൾ സൊസൈറ്റി കാണുന്ന വ്യൂ പോയിന്റ് തന്നെ ചേഞ്ച് ചെയ്ത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞ ആളാണ് ആര്? റോബർട്ട് ഓവൻ. ആ രീതിയിൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണോ? ഇതിനടുത്തത് സെഞ്ച്വറി ഓഫ് കോർപ്പറേഷൻ, എ സെഞ്ച്വറി ഓഫ് കോർപ്പറേഷൻ. ഇതും പ്രീവിയസ് ആണ്. DGH കോൾ. ഓക്കെ, ഈ കോർപ്പറേഷനും ഈ കോളിനെയും കൂടെ നമ്മൾ ഓർത്തിരിക്കാൻ പറ്റും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. സോ നമുക്ക് അങ്ങനെ അങ്ങോട്ടത് കാണാതെ പഠിച്ച് വെച്ചേക്കാൻ പറ്റത്തില്ല. സോ സെഞ്ച്വറി ഓർത്ത് വെച്ചേക്കുക, കോൾ ഓർത്ത് വെച്ചേക്കുക. സെഞ്ച്വറിയും കോളും കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഈ സെഞ്ച്വറി ഓഫ് കോർപ്പറേഷൻ ഏതാണ്? എ സെഞ്ച്വറി ഓഫ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ GDH കോളിൻ്റെ പുസ്തകമാണ്. അതുപോലെ തന്നെ ഈ സെഞ്ച്വറി ഓഫ് കോർപ്പറേഷൻ റോച്ച്ഡെയിൽ, ഇതിനകത്ത് സെഞ്ച്വറി ഉണ്ട്, പക്ഷെ റോച്ച്ഡെയിലുണ്ട്. റോച്ച്ഡെയിലിനെ കുറിച്ച് ഹെൻറി ബ്രോൺ എഴുതിയ പുസ്തകമാണ്. ഇതും പ്രീവിയസ് ആണ്. ഇതും പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പം ഈ സെഞ്ച്വറി ഓഫ് കോർപ്പറേഷൻ ഇൻ റോച്ച്ഡെയിൽ എന്ന് പറഞ്ഞാൽ ഹെൻറി ബ്രൗൺ എഴുതിയ പുസ്തകമാണ്. എന്നാൽ സെഞ്ച്വറി ഓഫ് കോർപ്പറേഷനോ GDH കോളിൻ്റെ പുസ്തകമാണ്. ദെൻ അടുത്ത നോക്കേ, ബ്രിട്ടീഷ് കോർപ്പറേഷൻ ആരുടെ പുസ്തകമാണ്? അർണോൾഡ് ബോണറിൻ്റെ പുസ്തകമാണ് ബ്രിട്ടീഷ് കോർപ്പറേഷൻ. ദെൻ അതുപോലെ ആൻ എവർഗ്രീൻ റവല്യൂഷൻ ആരുടെയാണ്? MS സ്വാമിനാഥൻ്റെ പുസ്തകമാണ് എവർഗ്രീൻ റവല്യൂഷൻ. അപ്പോൾ ഒന്നും കൂടി പറയാം, ഒന്നും കൂടെ നോക്കിക്കേ. ദെൻ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി, റോബർട്ട് ഓവൻ്റെ ബുക്കാണ് ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് എൻവയോൺമെൻറ്റ് ആരുടെയാ? റോബർട്ട് ഓവൻ. എങ്ങനെയാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്? എൻവയോൺമെൻറ്റിൽ നമ്മുടെ സാഹചര്യങ്ങളെ മൊത്തത്തിൽ മാറ്റി, എൻവയോൺമെൻറ്റിനെ മൊത്തത്തിൽ മാറ്റി സൊസൈറ്റിയെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാം എന്ന് ഓർത്ത് വെച്ചേക്കുക. ആരെഴുതിയ പുസ്തകമാണ്? റോബർട്ട് ഓവൻ്റെ. ദെൻ അടുത്തത് സെഞ്ച്വറി ഓഫ് കോർപ്പറേഷനാണ് DGH കോളിൻ്റെ പുസ്തകമാണ് സെഞ്ച്വറി ഓഫ് കോർപ്പറേഷൻ. എന്നാൽ സെഞ്ച്വറി ഓഫ് കോർപ്പറേഷൻ ഇൻ റോച്ച്ഡെയിൽ
ഇൻ റോച്ച്ഡെയിൽ കൂടി വന്നാൽ ആരാണ്? ഹെൻറി ബ്രൗൺ ആണ്. ഓക്കെ, ഇതിനടുത്തത് ബ്രിട്ടീഷ് കോർപ്പറേഷൻ, ആർണോൾഡ് ബോണറിൻ്റെ പുസ്തകമാണ്. എന്നാൽ ആൻ എവർഗ്രീൻ റെവല്യൂഷൻ ആണെങ്കിലോ MS സ്വാമിനാഥൻ്റെ പുസ്തകമാണ്. ഓക്കെ ആണോ? ഇതിനടുത്തത് നോക്കിക്കേ, കോപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് എബ്രോഡ്. CR ഫേ. ഇദ്ദേഹത്തിന് നമ്മൾ വളരെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. റോബർട്ട് ഓവനെ കുറിച്ച് ഇദ്ദേഹം വളരെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും ചോദിക്കുന്നതാണ്. സഹകരണം കണ്ടുപിടിച്ചത് റോബർട്ട് ഓവൻ ഒന്നുമല്ല, എന്നാൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയത് ആരാണ്? റോബർട്ട് ഓവനാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് CR ഫേ. ആ കോട്ടും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഓർത്തിരിക്കുക. അപ്പോൾ കോപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് എബ്രോഡ്. ഇപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് നമ്മൾ ഫ്രൈ കഴിക്കുന്നതെന്ന് ഓർത്താൽ മതി. വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ നമ്മൾ ഫ്രൈ കഴിക്കും. നമ്മൾ നോർമലി നമ്മുടെ വീടുകളിൽ പല വീടുകളിലും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമായിരിക്കും, എങ്കിലും നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് കൂടുതൽ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുന്നത്. അപ്പോൾ എന്താണ് ഓർത്ത് വെച്ചേക്കാം? ഹോം ആൻഡ് എബ്രോഡ്. ഹോം ആൻഡ് എബ്രോഡ് എന്ന് പറഞ്ഞാൽ CR ഫേയുടെ പുസ്തകമാണ്. എന്നാൽ ഇൻ ഇന്ത്യ ആൻഡ് എബ്രോഡ്, കോപ്പറേഷൻ ഇന്ത്യ ആൻഡ് എബ്രോഡ് ഭട്നാഗറിൻ്റെ പുസ്തകമാണ്. ഇതിനെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? കോപ്പറേഷൻ ഇന്ത്യയെ നമ്മൾ ഭാരതം എന്ന് പറയില്ലേ? സോ ആ ഭാരതം കൂടെ ഓർത്ത് വെച്ചേക്കാം. കോപ്പറേഷൻ ഇന്ത്യ ആൻഡ് എബ്രോഡ് ഭട്നാഗർ. ഏത്? KP ഭട്നാഗർ. ചിലപ്പോൾ ഇതിൻ്റെ ഇനിഷ്യലൊക്കെ മാറ്റിയിട്ട് ചോദിക്കും, KPക്ക് പകരം CP എന്നോ ഒക്കെ ചോദിക്കും. സോ KP ഭട്നാഗർ. ഭാരതവും ഇന്ത്യയും കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? കോപ്പറേഷൻ ഹോം ആൻഡ് എബ്രോഡ്. ഹോമിൽ നിന്ന് നമ്മൾ എബ്രോഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ കേരളത്തിലെ ഫുഡ് ഐറ്റംസ് ഒന്നും അല്ലല്ലോ നമ്മൾ അമേരിക്കയിലൊക്കെ ഉള്ളത് കൂടുതലും. ഓക്കെ, മലയാളീസ് പോയി കഴിഞ്ഞാലും അവർ അവിടുത്തെ ഫുഡിൻ്റെ രീതിയിലോട്ടായിരിക്കും പോകുന്നത്. ഓർത്ത് വെച്ചേക്കുക, ഹോം ആൻഡ് എബ്രോഡ് എന്ന് പറഞ്ഞാൽ CR ഫേയുടെ പുസ്തകമാണ്. എന്നാൽ ഇന്ത്യ ആൻഡ് എബ്രോഡ് എന്ന് പറയുമ്പോൾ ഭാരതം ഓർത്ത് വെച്ചേക്കുക, KP ഭട്നാഗർ. ഓക്കെയാണ്, നിങ്ങളിനി മറന്നു പോകരുത്. ഈ ബുക്കിൻ്റെ പേര് ഫുള്ള് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, അതുമായി ബന്ധപ്പെട്ട ചില ഹിൻറ്റുകൾ ഓർത്ത് വെച്ച് പഠിച്ചാൽ മതി. ഇതിനടുത്ത് നോക്കിക്കേ, കോപ്പറേഷൻ ഇന്ത്യ. ആരാണ്? ഹെൻറി വോൾഫിൻ്റെ പുസ്തകമാണ് കോപ്പറേഷൻ ഇൻ ഇന്ത്യ. ഇത് രണ്ടും കൂടി നമുക്ക് തന്നു കഴിഞ്ഞാൽ, ഈ രണ്ടും കൂടി എന്തായാലും ഈ പേര് തന്നിട്ട് ഈ 2 ഓപ്ഷൻ കൂടി എന്തായാലും തരത്തില്ല. ഓക്കെ, കോപ്പറേഷൻ ഇന്ത്യ ഹെൻറി വോൾഫ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പറേഷൻ ഇന്ത്യ പുസ്തകം മമോറിയ ആൻഡ് സക്സേനയും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇത് പലപ്പോഴും വരാൻ ചാൻസ് കുറവായിരിക്കും, 2 പേരിങ്ങനെ ആയതുകൊണ്ട്. ഇതിനടുത്തത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. കോപ്പറേഷൻ ഇൻ ഇന്ത്യ അല്ല, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. M വന്നു, മൂവ്മെൻറ്റ് വന്നപ്പം M ഇവിടെ ഉണ്ട്. EM ഹോയുടെ പുസ്തകമാണ്. എന്ത്? കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. EM ദാണ്ടൊരു M ഉണ്ട്, EM കേട്ടല്ലോ, EM ഹോയുടെ പുസ്തകമാണ്. ഇതിനടുത്തത് ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസ്. ഇതൊക്കെ ചാൾസ് ഗൈഡും ചാൾസ് റിസ്റ്റും കൂടി എഴുതിയ പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസ്. അറിയാലോ, നമ്മുടെ ചാൾസ് ഗൈഡിനെ അറിയാം. നമ്മുടെ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്ത ആളാണ് ചാൾസ് ഗൈഡ് അല്ലേ? സോ ചാൾസ് ഗൈഡും ചാൾസ് റിസ്റ്റും കൂടി എഴുതിയ പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസ്. ഓക്കെ, ഇതിനടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിക്സ്. പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിക്സ് വരുമ്പം ചാൾസ് ഗൈഡ് ഒരു പൊളിറ്റീഷ്യൻ ആണെന്ന് ഓർത്താൽ മതി. ചാൾസ് ഗൈഡ് എന്താണ്? ഒരു പൊളിറ്റീഷ്യൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ എങ്ങനെ പറഞ്ഞേ? ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ചാൾസ് ഗൈഡിൻ്റെ മാത്രം പുസ്തകവും, എന്നാൽ ഇവർ ഇതിനെക്കുറിച്ചൊരു പുസ്തകത്തിനെക്കുറിച്ച് എഴുതി അങ്ങ് റിസർച്ച് ചെയ്തൊരു ഡോക്ടറേറ്റ് എടുത്തു എന്ന് ഓർത്താൽ മതി. എങ്ങനെയാണ്? കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതാണ് കേട്ടോ. എക്കണോമിക് ഡോക്ട്രിൻസ് എന്നുണ്ടെങ്കിൽ 2 പേരാണ്, ചാൾസ് ഗൈഡും ചാൾസ് റിസ്റ്റും. ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പലതവണ പുസ്തകങ്ങളുടെ പേര് വായിക്കുക, വ്യക്തികളെ വായിക്കുക, അല്ലാതെ ഒന്നും കാണാതെ പഠിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. കണക്ട് ചെയ്ത് എന്തെങ്കിലും ഹിൻറ്റ് വെച്ച് പഠിച്ചാൽ മതി. നോക്കിക്കേ, നമ്മൾ ആദ്യം പറഞ്ഞ എന്താ? ഹോം ആൻഡ് എബ്രോഡ് എന്ന് കേട്ടാലേ നമ്മൾ ഓർത്ത് വെച്ചേക്കുക. ആരാണ്? CR ഫേ ആണ്. KP ഭട്നാഗറിനെ നമ്മൾ എങ്ങനെയാണ് ഓർക്കുന്നത്? ഇന്ത്യ ആൻഡ് എബ്രോഡ്, ഇന്ത്യ ഭാരതം ഓർത്തു വെച്ചു. അതുപോലെ തന്നെ കോപ്പറേഷൻ ഇന്ത്യ, ആ കോപ്പറേഷൻ ഇന്ത്യ എന്ന് എഴുതിയ പുസ്തകം ഹെൻറി വോൾഫും അങ്ങനത്തെ പുസ്തകം എഴുതിയിട്ടുണ്ട്. മമോറിയ ആൻഡ് സക്സേനയും എഴുതിയിട്ടുണ്ട്. അതുപോലെ നോക്കിക്കേ,
കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. കോപ്പറേറ്റീവ് മൂവ്മെന്റ്, എം ഉണ്ട്, മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇ എം ഹോ, എങ്ങനെ? ഹൗ എന്നോർത്താൽ മതി. ഇ എം ഹൗ, എങ്ങനെ? സോ അടുത്തത് ഈ എമ്മിനെയും ഈ എമ്മും കൂടെ കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചേക്കാം. ദെൻ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസ്. ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസ്. ഡോക്ട്രിൻസ് എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം, 2 പേര് ചേർന്നാണ്. ആരൊക്കെയാണ്? ചാൾസ് ഗെയ്ഡും ചാൾസ് റിസ്റ്റും കൂടി ചേർന്നാണ്. എന്നാൽ ഒരു പൊളിറ്റീഷ്യനായിരുന്നു ആര്? ചാൾസ് ഗെയ്ഡ്. ചാൾസ് ഗെയ്ഡ് പൊളിറ്റീഷ്യനാണെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും ഇന്നർ മീനിങ്ങിൽ എടുക്കരുത്, ഓർത്ത് വെച്ചേക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് ദ പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിക്സ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ചാൾസ് ഗെയ്ഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ദെൻ അടുത്തത് ദ 12 വെഞ്ചേഴ്സ് ഓഫ് കോപ്പറേഷൻ. അപ്പോൾ ഇപ്പം ചാൾസ് ഗെയ്ഡിൻ്റെ എന്തുമാത്രം പുസ്തകങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടോ. 3 പുസ്തകങ്ങളായിരുന്നല്ലേ പറഞ്ഞ്. ഏതൊക്കെയാ? പൊളിറ്റിക്കലും പറഞ്ഞു, ഓർത്ത് വെച്ചേക്കുക. ദെൻ പൊളിറ്റിക്കൽ എക്കണോമിക്സ് ചാൾസ് ഗെയ്ഡിൻ്റെയാണ്. ദെൻ എക്കണോമിക്, എ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസ് ചാൾസ് ഗെയ്ഡും ചാൾസ് റിസ്റ്റിൻ്റെയും കൂടി എഴുതിയ പുസ്തകമാണ്. ദെൻ അടുത്ത നോക്കേ, 12 വെഞ്ചേഴ്സ് ഓഫ് കോപ്പറേഷൻ. 12 വെഞ്ചേഴ്സ് ഓഫ് കോപ്പറേഷൻ ആരുടെ പുസ്തകം? ചാൾസ് ഗെയ്ഡിൻ്റെ പുസ്തകം. ദെൻ അതുപോലെ തന്നെ ചാൾസ് ഫ്യൂരിയറിൻ്റെ പുസ്തകമാണ്, പ്രീവിയസ് ആണ് ഇത്. ഈ തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നു കേരാഫിഡിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ച പുസ്തകമാണെന്ന് തോന്നുന്നു. ഓക്കെ, ദെൻ നോക്കിക്കേ, ദ ന്യൂ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ വേൾഡ്. ന്യൂ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ വേൾഡ് ആരുടെ പുസ്തകം? ചാൾസ് ഫ്യൂരിയറിൻ്റെ പുസ്തകമാണ്. നോക്കിക്കേ, ന്യൂ ഇൻഡസ്ട്രിയൽ ആൻഡ്, പുതിയ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ വേൾഡ്, പുതിയൊരു ലോകം എന്ന് ഓർത്താൽ മതി. പുതിയൊരു ലോകം. ചാൾസ് ഫോക്കസ് ചെയ്തത് പുതിയൊരു ലോകത്തേക്കാണെന്ന് ഓർത്താൽ മതി. ഫ്യൂരിയർ ഫോക്കസ്, ഫ്യൂരിയറും ഫോക്കസും കൂടി കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത് നോക്കിക്കേ, ന്യൂ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ വേൾഡ്. ന്യൂ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ വേൾഡ് ആരുടെ പുസ്തകം? ചാൾസ് ഫ്യൂരിയറിൻ്റെ പുസ്തകം. ഇതിനടുത്തത് നോബ്ലസ് ഒബ്ലിഗി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്, ഇതും ചോദിച്ചിട്ടുള്ള പുസ്തകമാണ്. ആരുടെയാ? ഹൊറേസ് പ്ലങ്കറ്റിൻ്റെ പുസ്തകമാണ് നോബ്ലസ് ഒബ്ലിഗി. ഓക്കെ, നോബ്ലസ് ഒബ്ലിഗി ഇതും പ്രീവിയസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. ആരുടെ പുസ്തകം? ഹൊറേസ് പ്ലങ്കറ്റ്. ഇതിനടുത്തത് ദ റൂറൽ ലൈഫ് പ്രോബ്ലം ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആരുടെ പുസ്തകം? ഹൊറേസ് പ്ലങ്കറ്റ്. ആരുടെയാണ്? അപ്പം നോബ്ലസ് ഒബ്ലിഗിയാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ള പുസ്തകം. നോബ്ലസ് ഒബ്ലിഗി, ദ റൂറൽ ലൈഫ് പ്രോബ്ലം ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ദെൻ അതുപോലെ തന്നെ അയർലൻഡ് ഇൻ ന്യൂ സെഞ്ചുറി. അയർലൻഡുകാരനായ കോപ്പറേറ്ററാണ് ആര്? ഹൊറേസ് പ്ലങ്കറ്റ്. അപ്പോൾ എങ്ങനെയാണ്? അയർലൻഡ് ഇൻ ദ ന്യൂ സെഞ്ചുറി ആരുടെ പുസ്തകം? ഹൊറേസ് പ്ലങ്കറ്റിൻ്റെ പുസ്തകമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ? അതായത് പുസ്തകങ്ങൾ പലതവണ നമ്മൾ വായിച്ച് മനസ്സിലാക്കി എടുത്തെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഹൊറേസ് പ്ലങ്കറ്റിനെ ഒരൊറ്റ ഹെഡിൽ പഠിക്കുക. എങ്ങനെയാ? നോബ്ലസ് ഒബ്ലിഗി വളരെ കിട്ടും. നോബിളായിട്ടുള്ളൊരു മനുഷ്യനാണ് ആര്? ഹൊറേസ് പ്ലങ്കറ്റ് എന്ന് ഓർത്തുക. വളരെ നോബിളായിട്ടുള്ളൊരു മനുഷ്യനാണ് ആര്? ഹൊറേസ് പ്ലങ്കറ്റ്. ഇതിന് അതുപോലെ തന്നെ അദ്ദേഹം പറയും റൂറൽ ലൈഫ്. അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിട്ടാണ് റൂറൽ ലൈഫിനെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ പോയി. സോ ദ റൂറൽ ലൈഫ് പ്രോബ്ലം ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ അയർലൻഡ് ഇൻ ന്യൂ സെഞ്ചുറി. അപ്പോൾ അയർലൻഡ് ഇൻ ന്യൂ സെഞ്ചുറി എന്ന് കണ്ടാൽ നമുക്ക് കിട്ടും, പുള്ളിക്കാരൻ അയർലൻഡുകാരനാണ്. സോ നമുക്ക് ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ പുസ്തകമാണെന്ന് കിട്ടും. ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലേ. ദെൻ വന്നേ അടുത്ത നോക്കാം നമുക്ക്. ഓർഗനൈസേഷൻ ഡി അൾട്രാവയൽ ലൂയിസ് ബ്ലാങ്കിൻ്റെ പുസ്തകമാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. ഓർഗനൈസേഷൻ ഡി അൾട്രാവയൽ ലൂയിസ് ബ്ലാങ്കിൻ്റെ പുസ്തകം. ദെൻ നോക്കിക്കേ, ഇനി അടുത്തത് അപ്പം നമ്മുടെ ചാൾസ് ഗെയ്ഡിൻ്റെ പുസ്തകം പറഞ്ഞു, ഹൊറേസ് പ്ലങ്കറ്റിൻ്റെ പുസ്തകം പറഞ്ഞു, ചാൾസ് ഫ്യൂരിയർ. ഈ ന്യൂ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ വേൾഡ് ഫോക്കസ് ഫ്യൂരിയർ, ചാൾസ് ഫ്യൂരിയർ. എന്താണ്? ന്യൂ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ വേൾഡ് ചാൾസ് ഫ്യൂരിയർ. ഓക്കെ അല്ലേ. ദെൻ അടുത്തത് ഓർഗനൈസേഷൻ ഓഫ് ലേബർ ലൂയിസ് ബ്ലാങ്കിൻ്റെ പുസ്തകമാണ്. നോക്കിക്കേ, ലൂയിസ് ബ്ലാങ്കിൻ്റെ വേറൊരു പുസ്തകം ഓർഗനൈസേഷൻ ഡി അൾട്രാവയൽ. ഓർഗനൈസേഷൻ ഡി അൾട്രാവയലും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഓഫ് ലേബറും ആരുടെ പുസ്തകം? ലൂയിസ് ബ്ലാങ്കിൻ്റെ പുസ്തകമാണ്. മറക്കരുത് ലൂയിസ് ബ്ലാങ്കിൻ്റെ. അപ്പം ലേബർ ഡി അൾട്രാവയൽ എന്ന് ഓർത്താൽ മതി. ലേബർ ഡി അൾട്രാവയൽ. ഓക്കെ, ഓർഗനൈസേഷൻ ഓഫ് ലേബർ
ആരുടെ പുസ്തകം? ലൂയിസ് ബ്ലാങ്കിൻ്റെ പുസ്തകം. പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി, പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി ജോൺ സ്റ്റുവർട്ട് മില്ല്, JS മില്ല്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് ചോദിച്ചിട്ടുണ്ട്. JS മില്ലിനെ പുസ്തകം ചോദിച്ചിട്ടുണ്ട്, JS മില്ലിൻ്റെ പുസ്തകം. അപ്പം JS മില്ല് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നോക്കിക്കേ, പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി JS മില്ല്. ഇത് നോക്കിക്കേ, നമ്മൾ പൊളിറ്റിക്കലിൻ്റെ തൊട്ട് മുമ്പ് നമ്മളൊരു പൊളിറ്റിക്കലിൻ്റെ കാര്യം പഠിച്ചായിരുന്നല്ലേ? നോക്കിക്കേ, ആരായിരുന്നു അത്? നോക്കിക്കേ, തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിക്സ് കമ്പയർ ചെയ്ത് പഠിക്കണം. എങ്ങനെയാ? പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിക്സ് ചാൾസ് ഗെയ്ഡ്, പൊളിറ്റിക്കൽ എക്കണോമിക്സ്. ഇപ്പം എന്താ പറഞ്ഞേ? ഇപ്പം നോക്കിക്കേ, പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി ആണ്. ആണോ? എക്കോണമി, എക്കണോമി, അതായത് പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി. മറ്റേത് ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത്. എക്കണോമിക്സ് ആകുമ്പോൾ സി ചാൾസ് ഗെയ്ഡ് എന്ന് ഓർക്കണം. എക്കണോമി ആകുമ്പോൾ ആരാണ്? JS മില്ലാണ്. ഓക്കെ ആണേ. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി ആരുടെയാണ്? JS മില്ലിൻ്റെ പുസ്തകമാണ്. ദെൻ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ആനാണ് കേട്ടോ, അൺഫിനിഷ്ഡ് ഡ്രീമാണ്. അൺഫിനിഷ്ഡ് ഡ്രീം വർഗീസ് കുര്യൻ്റെ പുസ്തകം. ഐ ടു ഹാഡ് എ ഡ്രീം ആരുടെ പുസ്തകമാണ്? വർഗീസ് കുര്യൻ്റെ പുസ്തകമാണ്. അൺഫിനിഷ്ഡ് ഡ്രീം, ഐ ടു ഹാഡ് എ ഡ്രീം ആരുടെ പുസ്തകം? വർഗീസ് കുര്യൻ്റെ പുസ്തകം. ദെൻ അഗ്രികൾച്ചർ കോർപ്പറേഷൻ ഇൻ കോമൺവെൽത്ത്, ഇത് ചോദിച്ചിട്ടുള്ള പുസ്തകമാണ്. ഏതാണ്? അഗ്രികൾച്ചർ കോർപ്പറേഷൻ ഇൻ കോമൺവെൽത്ത്, മാർഗരറ്റ് ഡിഗ്ബിയുടെ പുസ്തകമാണ്. അഗ്രികൾച്ചർ കോർപ്പറേഷൻ ഇൻ കോമൺവെൽത്ത്, മാർഗരറ്റ് ഡിഗ്ബി. ദെൻ അടുത്ത നോക്കിക്കേ, ഓർഗനൈസേഷൻ ഓഫ് ലേബർ. നമ്മൾ പറഞ്ഞു ലേബറും ഓർഗനൈസേഷൻ. കണ്ടേ, ഈ ലേബറിനെയും നമ്മൾ വേറെ എന്തിനേയും കൂടിയാണ് കണക്ട് ചെയ്ത് പഠിച്ചത്? ഡി അൾട്രാവയലും. ആരുടെ പുസ്തകം? ലൂയിസ് ബ്ലാങ്കിൻ്റെ പുസ്തകം. ഓക്കെ ആണേ, മറന്നു പോകല്ലേ. ഇതിനടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകം പീപ്പിൾ ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. പീപ്പിൾ ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഡ്യൂപ്പർനിക്സിൻ്റെ പുസ്തകമാണ്. നോർത്തിലുള്ളവരെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉപയോഗിക്കുമെന്ന് ഓർത്താൽ മതി. മീൻസ് നമ്മുടെ വടക്കേ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന സാധനം എല്ലാം ഡ്യൂപ്ലിക്കേറ്റാന്ന് ഓർത്താൽ മതി. ഞാൻ വെറുതെ അങ്ങ് പറയുകയാണ് കേട്ടോ. സോ ഇതാണ് പീപ്പിൾ ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ, ഡ്യൂപ്പർനിക്സിൻ്റെ. ദെൻ കോപ്പറേറ്റീവ് ഡെമോക്രസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും, വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇപ്പോഴും കഴിഞ്ഞ ഈ തൊട്ട് മുമ്പിലത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ കണ്ടതാണല്ലോ, ബുക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നോക്കാം, ഇങ്ങനെ ഓർത്താൽ മതി. ഡെമോക്രസി വാർ ബേസ്, കോപ്പറേറ്റീവ് വേയും കോപ്പറേറ്റീവ് ഡെമോക്രസിയും വാർ ബേസിൻ്റെ പുസ്തകമാണ്. കോപ്പറേറ്റീവ് ഡെമോക്രസി വാർ ബേസ്. ഇതിനടുത്തത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കാറൽ മാക്സിൻ്റെ പുസ്തകമാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇതെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമായിരിക്കും, അതിനി ഒത്തിരി വായിച്ച് സമയം കളയണ്ട. ദെൻ കോപ്പറേറ്റീവ് റിപ്പബ്ലിക് ഏണസ്റ്റ് പിസൻ്റെ പുസ്തകമാണ്. കോപ്പറേറ്റീവ് റിപ്പബ്ലിക് ചോദിച്ചിട്ടുണ്ട്. ഏണസ്റ്റ് പിസൻ്റെ പുസ്തകമാണ് കോപ്പറേറ്റീവ് റിപ്പബ്ലിക്. ദെൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ടുഡേ ഹോളിയോക്കിൻ്റെ പുസ്തകം. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ടുഡേ ഹോളിയോക്കിൻ്റെ പുസ്തകമാണ്, മറന്നു പോകല്ലേ. അപ്പോൾ നോക്കിക്കേ, പീപ്പിൾ ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ ഡ്യൂപ്പർനിക്സ്. ഡെമോക്രസി കോപ്പറേറ്റീവ് ഡെമോക്രസി ആരുടെ പുസ്തകം? വാർ ബേസിൻ്റെ പുസ്തകം. അതുപോലെ കോപ്പറേറ്റീവ് വേ വാർ ബേസിൻ്റെ പുസ്തകമാണ്. ദെൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കാറൽ മാക്സ്. ദെൻ കോപ്പറേറ്റീവ് റിപ്പബ്ലിക് ഏണസ്റ്റ് പിസൺ. ദെൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ടുഡേ ഹോളിയോക്ക്. ഓക്കെ, ടുഡേയും ഇവിടെയുമുണ്ട് ഹോ, ഇവിടെ ടു ആണെങ്കിൽ ഇവിടെ ഹോളിയോക്കിൻ്റെ പുസ്തകം. ഓക്കെ, ഇതിനടുത്ത നോക്കിക്കേ, സെൽഫ് ഹെൽപ്പ് ബൈ പീപ്പിൾ. അപ്പം നമ്മൾ എന്തായിരുന്നു പറഞ്ഞേ? ഹോളിയോക്കിൻ്റെ പുസ്തകം നമ്മൾ ഇവിടെ പറഞ്ഞു. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ടുഡേ ആരുടെ പുസ്തകം?
ഹോളിയോക്കിൻ്റെ. അടുത്ത നോക്കിക്കേ, മൂവ്മെൻറ്റ് ടുഡേ ഓർത്ത് വെച്ചേക്കുക. സെൽഫ് ഹെൽപ്പ് ബൈ പീപ്പിൾ. എങ്ങനെയാണ് ആൾക്കാരെ, ഇവ നേരത്തെ പറഞ്ഞത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ടുഡേ എന്നായിരുന്നു. ഇന്ന് തന്നെ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ഓർത്താൽ മതി. ഹോളിയോക്ക് ഭയങ്കര കാരുണ്യവാനായ ഒരു മനുഷ്യനായിരുന്നു. സോ നോക്കിക്കേ, സെൽഫ് ഹെൽപ്പ് ബൈ പീപ്പിൾ, പരസ്പര സഹായം ചെയ്യുക. ഇന്ന് തന്നെ പരസ്പര സഹായം എല്ലാവരും ചെയ്യുക എന്ന് ഓർത്താൽ മതി. ആരുടെ പുസ്തകമാണ്? ഹോളിയോക്കിൻ്റെ പുസ്തകമാണ്. അടുത്തത് ഫണ്ടമെന്റൽസ് ഓഫ് കോപ്പറേഷൻ. എന്താണ് ഫണ്ടമെന്റൽസ് ഓഫ് കോപ്പറേഷൻ? ആരുടെ പുസ്തകം? OR കൃഷ്ണസ്വാമിയുടെ പുസ്തകമാണ് ഫണ്ടമെന്റൽസ് ഓഫ് കോപ്പറേഷൻ. ദെൻ കോപ്പറേറ്റീവ് ഡെമോക്രസി ഇൻ ആക്ഷൻ. കോപ്പറേറ്റീവ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ആരെയാണ് നമ്മൾ ഓർക്കുന്നത്? വാർബേസിനെയാണ് അല്ലേ? ഡെമോക്രസി വാർബേസ്. എന്നാൽ കോപ്പറേറ്റീവ് ഡെമോക്രസി ഇൻ ആക്ഷൻ ആരാണ്? OR കൃഷ്ണസ്വാമി. OR കൃഷ്ണസ്വാമി മറന്നു പോകരുത്. അപ്പം പുള്ളിക്കാരൻ്റെ പുസ്തകം എന്തൊക്കെയാണ്? ഫണ്ടമെന്റൽസ് ഓഫ് കോപ്പറേഷൻ, ഫണ്ടമെന്റൽസ് ഓഫ് കോപ്പറേഷനും കോപ്പറേറ്റീവ് ഡെമോക്രസി ഇൻ ആക്ഷനും OR കൃഷ്ണസ്വാമിയുടെ പുസ്തകമാണ്. അടുത്തത് എൻസ് ആൻഡ് മീൻസ് ഓഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ്. എൻസ് ആൻഡ് മീൻസ് ഓഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് SS പുരിയുടെ പുസ്തകമാണ്. എൻസ് ആൻഡ് മീൻസ് ഓഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ്. എൻസ് ആൻഡ് മീൻസ് ഓഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് SS പുരി. അടുത്തത് ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകം H കാൾവേർട്ടിൻ്റെ പുസ്തകമാണ് ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ H കാൾവേർട്ട്. അടുത്ത ലോ ഓഫ് ബാങ്കിങ് H കാൾവേർട്ട്. ലോ ഓഫ് ബാങ്കിങ് H കാൾവേർട്ട്. മറന്നു പോവല്ലേ? ലോ ഓഫ്, അപ്പം ഈ നിയമം ലോ എന്ന് ഓർക്കുമ്പോഴേ നിങ്ങൾ ആരെ ഓർക്കണം? H കാൾവേർട്ടിനെ ഓർക്കണം. എങ്ങനെയാ? ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ, ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷനും ലോ ഓഫ് ബാങ്കിങ്ങും H കാൾവേർട്ടിൻ്റെ പുസ്തകമാണ്. ഓക്കെ. ദെൻ അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്. നേരത്തെ എന്തായിരുന്നു പറഞ്ഞേ? ലോ ഓഫ് ബാങ്കിങ് ആണ്. ലോ ഓഫ് ബാങ്കിങ് ആണ്. ലോ ഓഫ് ബാങ്കിങ്. ഇപ്പം ലോ ഓഫ് ബാങ്കിങ്ങും ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷനും H കാൾവേർട്ടിൻ്റെ പുസ്തകമാണ്. എന്നാൽ അടുത്ത നോക്കേ, പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്. പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്, കോപ്പറേറ്റീവ് ബാങ്കിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ ആരുടെ പുസ്തകമാണ്? ഷൂൾസ് ഡെൽസിൻ്റെ പുസ്തകമാണ്. ഷൂൾസ് ഡെൽസിൻ്റെ പുസ്തകമാണ് ആര്? പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്. അടുത്ത നോക്കിക്കേ, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഇത് കണ്ടിട്ടില്ല അങ്ങനെ കേട്ടോ. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് WP വാക്കിൻസിൻ്റെ പുസ്തകമാണ്. വാട്ടിൻസിൻ്റെ പുസ്തകമാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ദെൻ അതുപോലെ ലൈഫ് ആൻഡ് ഐഡിയൽസ് ഓഫ് റോബർട്ട് ഓവൻ. നമ്മൾ റോബർട്ട് ഓവൻ്റെ പുസ്തകം ആദ്യം പറഞ്ഞായിരുന്നല്ലേ? ഓക്കെ. ദെൻ നോക്കിക്കേ, ലൈഫ് ആൻഡ് ഐഡിയൽസ് ഓഫ് റോബർട്ട് ഓവൻ. ലൈഫ് ആൻഡ് ഐഡിയൽസ് ഓഫ് റോബർട്ട് ഓവൻ എഴുതിയത് A.L. മോർട്ടൺ ആണ്. A.L. മോർട്ടൺ. ദെൻ അതുപോലെ മദ്രാസ് കോപ്പറേറ്റീവ് മാനുവൽ. മദ്രാസ് കോപ്പറേറ്റീവ് മാനുവൽ എഴുതിയത് JC റയാൻ ആണ്. രായൻ എന്ന് ഓർത്താൽ മതി. ഓക്കെ. JC റയാൻ ആരാണ്? മദ്രാസ് കോപ്പറേറ്റീവ് മാനുവൽ എഴുതിയതാണ് JC റയാൻ. ഓക്കെ. ഇതിനടുത്തത് മോഡേൺ ബാങ്കിങ്. അപ്പം നമ്മൾ ഒത്തിരി കാര്യം പറഞ്ഞു. ലോ ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്? ലോ ഓഫ് ബാങ്കിങ്. ലോ ഓഫ് ബാങ്കിങ് എന്ന് പറയുമ്പം H കാൾവേർട്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്. കോപ്പറേറ്റീവ് ബാങ്കിങ് ഷൂൾസ് ഡെലിറ്റ്സ്. അടുത്ത് നമ്മൾ എന്താണ് പറഞ്ഞത്? മോഡേൺ ബാങ്കിങ്. മോഡേൺ ബാങ്കിങ് എന്ന പുസ്തകം എഴുതിയത് റിച്ചാർഡ് സേയേഴ്സ് ആണ്. റിച്ചാർഡ് സേയേഴ്സ്. ഇതിനടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്. പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് റിച്ചാർഡ് സേയേഴ്സും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് ഷൂൾസ് ഡെലിറ്റ്സിൻ്റെയും പുസ്തകമാണ്. അപ്പം ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചോദിക്കത്തില്ല. അങ്ങനെ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട. പക്ഷെ ഇത് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ. നമുക്ക് വേറൊരു രീതിയിലും പഠിക്കാൻ പറ്റും. സിമിലറായിട്ട് പുസ്തകം എഴുതിയവരുടെ പേര് അങ്ങനെ തന്നെ എഴുതി നിങ്ങൾ പഠിക്കുക. ഓക്കെ. ഇതിനടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് ഷൂൾസ് ഡെലിറ്റ്സ്. പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്. പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് റിച്ചാർഡ് സേയേഴ്സ്. മോഡേൺ ബാങ്കിങ് റിച്ചാർഡ് സേയേഴ്സ്. ഓക്കെ ആണോ? എല്ലാം കൂടി ആകെ കൺഫ്യൂഷൻ ആയോ? ഇതിനടുത്തത് ഇതാണ് നോക്കിക്കേ, ജവഹർലാൽ നെഹ്റു ഇൻ കോപ്പറേഷൻ.
M.E. ശർമ്മ എഴുതിയ പുസ്തകമാണ് ജവഹർലാൽ നെഹ്റു ഇൻ കോപ്പറേഷൻ. അതുപോലെ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ ഇൻ ഇന്ത്യ ആൻഡ് എബ്രോഡ്. തിയറി ഇതാണ്ട് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു കോപ്പറേഷൻ ഇൻ ഇന്ത്യ ആൻഡ് എബ്രോഡ് KP ഭട്നാഗർ അല്ലേ. ദെൻ അല്ലാണ്ട് ഹോം ആൻഡ് എബ്രോഡ് വരുമ്പം CR ഫേ പറഞ്ഞു. അതുപോലെ തിയറി പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ ഇന്ത്യ ആൻഡ് എബ്രോഡ്. ഇന്ത്യ അതായത് തിയറിയും ഉണ്ട് പ്രാക്ടീസും ഉണ്ട് കോപ്പറേഷൻ്റെ. എവിടെ? ഇന്ത്യയിലും എബ്രോഡിലും. ആരാണ് പറഞ്ഞത്? KR കുൽക്കർണി പറഞ്ഞതാണ്. ദെൻ തിയറി ഹിസ്റ്ററി ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ. തിയറി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, പ്രാക്ടീസും ഉണ്ട്. തിയറി പഠിക്കണം, ചരിത്രം പഠിക്കണം, പ്രാക്ടീസും ചെയ്യണം. ആര് പറഞ്ഞതാണ്? RD ബേഡിയുടെ പുസ്തകമാണ് തിയറി ഹിസ്റ്ററി ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ. അടുത്ത നോക്കിക്കേ, ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകമാണ് ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. കോമൺവെൽത്ത് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ആരെ ഓർക്കും? DR ഗാർഗിളിനെ ഓർക്കും അല്ലേ. ഇപ്പോഴും ചോദിച്ചല്ലേ പരീക്ഷയ്ക്ക് കോമൺവെൽത്ത്. ഓക്കെ, ആദ്യമായിട്ട് എന്തായിരുന്നു കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞ ഐഡിയ കൊണ്ടുവന്ന ആരാണെന്ന് ചോദിച്ചായിരുന്നു. കഴിഞ്ഞ CSEBയുടെ ചോദ്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് DR ഗാർഗിൽ. അതുപോലെ തിയറി ഹിസ്റ്ററി ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ ആരുടെ പുസ്തകം? RD ബേഡിയുടെ പുസ്തകം. ദെൻ ഇങ്ങനെയാണ് പറയുന്നത്, തിയറി പ്രാക്ടീസ്, ഹിസ്റ്ററി ഇല്ല, തിയറി പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ ഇന്ത്യ ആൻഡ് എബ്രോഡ്. ഇൻ ഇന്ത്യ ആൻഡ് എബ്രോഡ്. ഇന്ത്യ ആൻഡ് എബ്രോഡ് എന്ന് കാണുമ്പോൾ നമ്മൾ ആരെ ഓർക്കും? ആദ്യം ഭട്നാഗറിനെ ഓർക്കും. ഓക്കെ, അത് നമ്മൾ എന്ത് ഓർക്കുന്നത്? ഭട്നാഗറിനെ ഓർക്കും. പക്ഷെ അതിന് മുൻപ് കുറേ കാര്യമുണ്ട്. തിയറിയും പ്രാക്ടീസും ഒന്നും അദ്ദേഹത്തിനില്ല. തിയറിയും പ്രാക്ടീസും കൂടി വന്നാൽ ആരാണ്? കുൽക്കർണി ഓർത്ത് വെച്ചേക്കുക. നമ്മളെ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. നമ്മൾ തിയറി പഠിച്ചാൽ മാത്രം പോരല്ലോ, കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസും കൂടി ചെയ്താലല്ലേ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഭക്ഷണം കുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുക്ക് ചെയ്യാന്നല്ലേ പറയാം. ഭക്ഷണം പാകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യൂട്യൂബിൽ കണ്ടാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമല്ലേ നമുക്ക് സക്സസ് ആക്കാൻ പറ്റത്തുള്ളൂ. സോ കുൽക്കർണിയും കുക്കും കൂടെ ഓർത്ത് വെച്ചേക്കുക. തിയറിയും വേണം, പ്രാക്ടീസും വേണം. എന്താണ് പറഞ്ഞ്? തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ ഇന്ത്യ ആൻഡ് എബ്രോഡ്. സോ എന്താണ്? കുക്കാണ് കുൽക്കർണി. ഓക്കെ, കുൽക്കർണി ഓർത്ത് വെച്ചേക്കുക. കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ, അല്ലെങ്കിൽ മറന്നു പോവേ. ഇതിനടുത്തത് ജവഹർലാൽ നെഹ്റു ഇൻ കോപ്പറേഷൻ. നമ്മൾ പറഞ്ഞു ജവഹർലാൽ നെഹ്റു ഇൻ കോപ്പറേഷൻ എന്താണ്? ആരാണ്? M.E. ശർമ്മയുടെ പുസ്തകമാണ് ജവഹർലാൽ നെഹ്റു ഇൻ കോപ്പറേഷൻ. അടുത്ത നോക്കിക്കേ, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. നോക്കിക്കേ, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ആരുടെ പുസ്തകമാണ്? ഭുപാൽ സിംഗ് നേഗിയുടെ പുസ്തകമാണ്. ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ഓർത്ത് വെച്ചേക്കാം. കോപ്പറേറ്റീവ് കടം കൊടുക്കും, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ഭുപാൽ സിംഗ് നേഗിയുടെ പുസ്തകമാണ്. ദെൻ കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ. കോൺഫ്ലിക്റ്റും കോപ്പറേഷന് ജോൺ കോള് വേണ്ട. നമ്മൾ ആദ്യം GDH കോളിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ, കോപ്പറേറ്റീവ് സെഞ്ചുറി എന്ന് പറഞ്ഞിട്ട് പഠിച്ചില്ലായിരുന്നോ? സോ അതുപോലെ ഈ കോള് കണ്ടിട്ട് ആ കോളാന്ന് വിചാരിക്കരുത്. ജോൺ കോളിൻ്റെ പുസ്തകമാണ് കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ. ദെൻ കോപ്പറേറ്റീവ് ടുഡേ ആൻഡ് ടുമാറോ. ടുഡേയെക്കുറിച്ചും ഇന്നിനെക്കുറിച്ചും നാളെക്കുറിച്ചും കോപ്പറേഷൻ, ഇന്നലെയും നാളെയിലെയും കോപ്പറേഷൻ. ആരാണ്? പോൾ റോയിയുടെ പുസ്തകമാണ് കോപ്പറേറ്റീവ് ടുഡേ ആൻഡ് ടുമാറോ. ദെൻ ദ കോപ്പറേറ്റീവ് സെക്ടർ. കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഫർക്കിൻ്റെ പുസ്തകമാണ്. ഫക്കറ്റ് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ഇതങ്ങനെ നമ്മൾ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. ഈ ചോദ്യം നമ്മളങ്ങനെ വന്ന് കണ്ടിട്ടില്ല. ഓക്കെ, എങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. ചിലപ്പോൾ ഇനി അടുത്ത വട്ടം റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നെങ്കിലോ ചിലപ്പോൾ. അടുത്ത് നോക്കിക്കേ, ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് ആണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ബുക്സ് ആണ്. ഇനി നമ്മൾ കുറച്ച് പബ്ലിക്കേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ജസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് ഓടിച്ചു വരാം. ഒന്ന് നോക്കേ, പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോവാണ്. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി റോബർട്ട് ഓവൻ. പീപ്പിൾ ഓഫ് എൻവയോൺമെൻറ്റ് റോബർട്ട് ഓവൻ. ദെൻ സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ GDH കോളിൻ്റെ പുസ്തകമാണ് സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ.
സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ ഇൻ റോച്ച്ഡെയിൽ. റോച്ച്ഡെയിലും കൂടി വന്നാൽ, സെഞ്ചുറി ഉണ്ട്, കോപ്പറേഷൻ ഉണ്ട്, റോച്ച്ഡെയിലും കൂടി വന്നാൽ ഹെൻറി ബ്രൗൺ. ഇതിനടുത്തത് ബ്രിട്ടീഷ് കോർപ്പറേഷൻ. ബ്രിട്ടീഷ് കോർപ്പറേഷൻ ആരാണ്? അർണോൾഡ് ബോണറിൻ്റെ പുസ്തകമാണ്. ഇതിനടുത്ത് നോക്കിക്കേ, ആൻ എവർഗ്രീൻ റവല്യൂഷൻ. ആൻ എവർഗ്രീൻ റവല്യൂഷൻ MS സ്വാമിനാഥൻ. ദെൻ അടുത്തത് കോപ്പറേറ്റീവ് ഇൻ ഹോം ആൻഡ് എബ്രോഡ്. ഹോം ആൻഡ് എബ്രോഡ് CR ഫെ. കോപ്പറേഷൻ ഇന്ത്യ ആൻഡ് എബ്രോഡ് KP ഭട്നാഗർ. കോപ്പറേഷൻ ഇന്ത്യ, അതാണ് കോപ്പറേഷൻ ഇന്ത്യ എന്നുള്ള പുസ്തകം എഴുതിയത് ഹെൻറി വോൾഫ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൊമോറിയ ആൻഡ് സക്സേനയുടെയും പുസ്തകമാണ്. അതേ പുസ്തകം, അതേ പേരിൽ തന്നെ അവരുടെ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതിനടുത്തത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഓർത്ത് വെച്ചേക്കുക. മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ EM ഹോയുടെ പുസ്തകമാണ്. ഇതിനടുത്തത് ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസ്. ഡോക്ട്രിൻസ് എന്ന് കേൾക്കുമ്പോഴേ ആലോചിച്ച് നോക്കുക, റിസർച്ച് ചെയ്യാൻ 2 പേരുടെ ആവശ്യമുണ്ട്. സോ ചാൾസ് ഗെയ്ഡും ചാൾസ് റിസ്റ്റും കൂടി എഴുതിയ പുസ്തകമാണ്. എന്നാൽ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിക്സ്? എക്കണോമി അല്ല, എക്കണോമിക്സ് ചാൾസ് ഗെയ്ഡ്. എക്കണോമി അടുത്തത് നമുക്ക് നോക്കാം. എക്കണോമി നമ്മൾ കണ്ട് വന്നു. എക്കണോമി ദ 12 വെഞ്ചേഴ്സ് ഓഫ് കോപ്പറേഷൻ. 12 വെഞ്ചേഴ്സ് ഓഫ് കോപ്പറേഷൻ ചാൾസ് ഗെയ്ഡ്. ദെൻ ദ ന്യൂ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ വേൾഡ്. ഒരു പുതിയ എന്താണ് വ്യവസായത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ്. ഫോക്കസ് ഫ്യൂരിയർ, ചാൾസ് ഫ്യൂരിയർ. ഇതാണ് ന്യൂ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ വേൾഡ്, ചാൾസ് ഫ്യൂരിയർ. ദെൻ നോബ്ലസ് ഒബ്ലിഗി, വളരെ നോബിളായിട്ടുള്ളൊരു മനുഷ്യനാണ് ആര്? ഹൊറൈസ് പ്ലങ്കറ്റ്. അതുപോലെ പാവപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ച് പുള്ളിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എവിടെ? അമേരിക്കയിൽ. എങ്ങനെയാണ്? ദ റൂറൽ ലൈഫ് പ്രോബ്ലം ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ദെൻ അയർലൻഡ് ഇൻ ന്യൂ സെഞ്ചുറി. അയർലൻഡ് ഇൻ ന്യൂ സെഞ്ചുറി ആരുടെ പുസ്തകം? ഹൊറൈസ് പ്ലങ്കറ്റിൻ്റെ പുസ്തകം. ഇതിനടുത്തത് ഓർഗനൈസേഷൻ ഡി അൾട്രാവയൽ. ഡി അൾട്രാവയൽ, ഓർഗനൈസേഷൻ ഡി അൾട്രാവയൽ ആരുടെ പുസ്തകമാണ്? ലൂയിസ് ബ്ലാങ്കിൻ്റെ പുസ്തകമാണ്. അൾട്രാവയലും അതുപോലെ ലേബറും. അൾട്രാവയൽ, ലേബർ ആരുടെ പുസ്തകം? ലൂയിസ് ബ്ലാങ്കിൻ്റെ പുസ്തകം. ഓക്കെ, ലൂയിസ് ബ്ലാങ്കിൻ്റെ പുസ്തകം. ഇതിനടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി ആരുടെ പുസ്തകമാണ്? JS മില്ലിൻ്റെ പുസ്തകമാണ്. ഇതിനടുത്തത് ആൻ അൺഫിനിഷ്ഡ് ഡ്രീം. ആൻ അൺഫിനിഷ്ഡ് ഡ്രീമും അതുപോലെ ഐ ടു ഹാഡ് എ ഡ്രീമും വർഗീസ് കുര്യൻ്റെ പുസ്തകം. ഇതൊക്കെ പ്രീവിയസ് ആണ്. ഇതിനടുത്തത് അഗ്രികൾച്ചർ കോർപ്പറേഷൻ കോമൺവെൽത്ത്. അഗ്രികൾച്ചർ കോർപ്പറേഷൻ കോമൺവെൽത്ത്. അഗ്രികൾച്ചർ കോർപ്പറേഷൻ കോമൺവെൽത്ത് മാർഗറ്റ് ഡിഗ്ബിയുടെ പുസ്തകം. ഇതിനടുത്തത് ഓർഗനൈസേഷൻ ഓഫ് ലേബർ, ലൂയിസ് ബ്ലാങ്ക് ലേബർ. ഓർഗനൈസേഷൻ ഡി അൾട്രാവയൽ ആരുടെ പുസ്തകം? ലൂയിസ് ബ്ലാങ്കിൻ്റെ പുസ്തകം. ഇതിനടുത്തത് പീപ്പിൾ ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ. പീപ്പിൾ ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ ഡ്യൂപ്പർനിക്സിൻ്റെ പുസ്തകം. ഇതിനടുത്തത് കോപ്പറേറ്റീവ് ഡെമോക്രസി. ഡെമോക്രസി വാർബേസ്. ഡെമോക്രസി വാർബേസ്. അതുപോലെ കോപ്പറേറ്റീവ് വേ എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പറേറ്റീവ് വേയും JP വാർബേസിൻ്റെ പുസ്തകമാണ്. വേയും വാർബേസും കൂടി കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, ഇതിനടുത്തത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അറിയാം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആരുടെയാണ്? കാറൽ മാക്സിൻ്റെ പുസ്തകമാണ്. ഇതിനടുത്തത് കോപ്പറേറ്റീവ് റിപ്പബ്ലിക് ഏണസ്റ്റ് പിസൺ. ഇതിനടുത്തത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ടുഡേ. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ടുഡേ ഹോളിയോക്കിൻ്റെ പുസ്തകം. അടുത്തത് സെൽഫ് ഹെൽപ്പ് ബൈ പീപ്പിൾ. ഓക്കെ, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ടുഡേയും സെൽഫ് ഹെൽപ്പ് ബൈ പീപ്പിളും ഹോളിയോക്കിൻ്റെ പുസ്തകം. ഇതിനടുത്തത് ഫണ്ടമെൻ്റൽസ് ഓഫ് കോപ്പറേഷൻ, അതുപോലെ കോപ്പറേറ്റീവ് ഡെമോക്രസി ഇൻ ആക്ഷൻ. കോപ്പറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുമ്പോഴേ നിങ്ങൾ വാർബേസിലോട്ട് പോകരുത്, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. കോപ്പറേറ്റീവ് ഡെമോക്രസി ഇൻ ആക്ഷൻ എന്ന് കാണുകയോ, അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽസ് ഓഫ് കോപ്പറേഷൻ ആരാണ്? OR കൃഷ്ണസ്വാമി. ഇതിനടുത്തത് എൻസ് ആൻഡ് മീൻസ് ഓഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ്. SS പുരിയുടെ പുസ്തകം ചോദിച്ചിട്ടുണ്ട്. ഇതിനടുത്തത് ലോ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. ലോ ഓഫ് ബാങ്കിങ്ങും ആരുടെ പുസ്തകമാണ്? H കാൾവേർട്ടിൻ്റെ പുസ്തകമാണ്. ദെൻ ഇനി ബാങ്കിങ്ങിൻ്റെ അടുത്ത പുസ്തകം നോക്കിക്കേ, പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്. കോപ്പറേറ്റീവ് ബാങ്കിങ്ങിൻ്റെ ആകുമ്പോൾ ആരായി മാറും?
ഷൂൾസ് ഡെലിറ്റ്സ് ആകും. ഷൂൾസ്. ഇതിനടുത്തത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ വേൾഡിലെയാണെന്ന് ഓർത്താൽ മതി. ഇന്റർനാഷണൽ അറിയാലോ വേൾഡിൽ. സോ അപ്പോൾ എന്താണ് WP വാക്കിൻസ് ഓർത്താൽ മതി. വേൾഡ് വാട്ട് എ വേൾഡ് എന്ന് ഓർത്താൽ മതി. സോ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് WP വാക്കിൻസ്. ഓക്കെ. ലൈഫ് ആൻഡ് ഐഡിയൽസ് ഓഫ് റോബർട്ട് ഓവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് ആൻഡ് ഐഡിയൽസ് ഓഫ് റോബർട്ട് ഓവൻ AL മോർട്ടൻ്റെ പുസ്തകം. മദ്രാസ് കോപ്പറേറ്റീവ് മാനുവൽ JC റയാൻ്റെ പുസ്തകമാണ്. ദെൻ അതുപോലെ തന്നെ മോഡേൺ ബാങ്കിങ് ലോ ഓഫ് ബാങ്കിങ് അല്ല, മോഡേൺ ബാങ്കിങ് റിച്ചാർഡ് സെയേഴ്സ്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് റിച്ചാർഡ് സെയേഴ്സ്. അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്ങിൻ്റെ അതുപോലൊരു പുസ്തകം ഷൂൾസ് ഡെലിറ്റ്സും എഴുതിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു ഇൻ കോപ്പറേഷൻ ആരുടെയാണ്? ME ശർമ്മയുടെ പുസ്തകമാണ്. ദെൻ അതുപോലെ തന്നെ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ ഇന്ത്യ ആൻഡ് എബ്രോഡ്. ഇതാണ്ട് ഞാൻ പറഞ്ഞ തിയറി ആൻഡ് പ്രാക്ടീസ് കുക്ക് ഓർത്ത് വെച്ചേക്കുക, KR കുൽക്കർണി. ഇതിനടുത്തത് തിയറി ഹിസ്റ്ററി ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ RD ബേഡിയുടെ പുസ്തകമാണ്. ഇതിനടുത്തത് ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആരുടെയാണ്? DR ഗാർഗിലിൻ്റെ പുസ്തകമാണ്. ഇതിനടുത്തത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ഭൂപാൽ സിംഗ് നേഗിയുടെ പുസ്തകം. ഇതിനതുപോലെ കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ ജോൺ കോളിൻ്റെ പുസ്തകം. കോപ്പറേറ്റീവ്സ് ടുഡേ ആൻഡ് ടുമാറോ പോൾ റോയുടെ പുസ്തകമാണ് കോപ്പറേറ്റീവ് ടുഡേ ആൻഡ് ടുമാറോ. ദ കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറഞ്ഞാൽ G. ഫാർക്വറ്റിൻ്റെ പുസ്തകമാണ് ദ കോപ്പറേറ്റീവ് സെക്ടർ. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ കുറേ ബുക്സ് പഠിച്ചു അല്ലേ? അപ്പോൾ ഇതിനെയൊന്ന് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പലതവണ വായിച്ച് എഴുതി കണക്ട് ചെയ്ത് പഠിക്കുക. റിപ്പീറ്റ് വായിച്ചാൽ തന്നെ ഓപ്ഷൻ അത് നമുക്ക് എഴുതാൻ പറ്റും. പുസ്തകത്തിൻ്റെ പേര് മൊത്തം നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഇതിനടുത്ത് നോക്കിക്കേ, നമുക്ക് വളരെ അത്യാവശ്യമായി പഠിച്ചിരിക്കേണ്ട കുറച്ച് പബ്ലിക്കേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, പരസ്പര സഹായി, മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക, മലബാർ ഏരിയയിലുള്ളവർ, ഇപ്പോൾ തെക്കൻ കേരളക്കാരും വടക്കൻ കേരളക്കാരും എന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്തെങ്കിലും പറയുന്നത്. ഒരിക്കലും വ്യക്തിപരമായോ നാടിനെ ഒന്നും വെച്ച് പറയുകയല്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സോ മലബാർ ഏരിയയിലുള്ളവർ, ആ ഭാഗത്തുള്ളവർ പരസ്പര സ്നേഹവും സഹായവും ഒരുപാട് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, മലബാറുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. സോ ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? പരസ്പര സഹായി മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പബ്ലിക്കേഷനാണ് എന്ത്? പരസ്പര സഹായി. അപ്പോൾ പരസ്പരം സഹായം ചെയ്യുന്ന ആൾക്കാരാണ് മലബാറുകാർ. ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഓർത്തിരിക്കുക. ഓക്കെ, നിങ്ങളൊക്കെ അങ്ങനെയാണോ ഡേ? സോ അപ്പോൾ പരസ്പര സഹായി മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ഇതിനടുത്ത് നോക്കിക്കേ, സഹകരണധാര ആരുടെയാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ. ഓക്കെ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ്റെ പബ്ലിക്കേഷനാണ് സഹകരണധാര. ഓക്കെ, ധാര ഓർത്ത് വെച്ചേക്കുക. ധാരയും സർവീസിലുള്ള കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരുടെ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ പുസ്തകമാണ്. എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷന് അവരുടെ പുസ്തകമാണ് ധാര എന്ന് പറഞ്ഞാൽ, സഹകരണധാര. ഇതിനടുത്തത് സഹകരണ ജേണൽ, കോഓപ്പറേറ്റീവ് ജേണൽ. നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ പബ്ലിക്കേഷൻ്റെ പേരാണ് എന്ത്? സഹകരണ ജേണൽ, കോഓപ്പറേറ്റീവ് ജേണൽ. സഹകരണ ജേണൽ ആരുടെ പുസ്തകം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ പുസ്തകമാണ്. ദെൻ സഹകരണ വീഥി ആരാണ്? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ പുസ്തകമാണ്. അപ്പോൾ ധാരധാരയായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ പരീക്ഷ വന്നപ്പോഴത്തേക്കിനാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ജനറൽ PSCയും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാവരും വന്ന് ഇതിനകത്തോട് ചാടിയത്. ഞങ്ങൾക്ക് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആവണമെന്നും പറഞ്ഞുകൊണ്ടല്ലേ. സോ അപ്പോൾ എന്തായി? ധാരധാരയായിട്ട് ഇങ്ങനെ വന്ന്. ഓക്കെ, എക്സാം എല്ലാം കഴിഞ്ഞ് ധാരധാരയായിട്ട് പോയിട്ട് കുറേ പേര് ഇനി
സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിലോട്ട് പോയിട്ടുണ്ട്. എന്തായാലും കൃത്യമായി നിങ്ങൾ പഠിക്കുക. കടലോളം നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ജനറൽ PSC ആണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷേ ഇതിന് സിലബസ് കമ്പാരിറ്റീവ്ലി പഠിക്കുന്ന കണ്ടൻറ്റ് വളരെ കുറവാണ്. പക്ഷേ പഠിക്കുന്ന കാര്യം ഓർത്ത് വെച്ചേക്കാൻ കുറച്ച് പ്രയാസമാണ്. റെഗുലറായിട്ട് പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. സോ അതൊന്നുമല്ല നമ്മുടെ കാര്യം. ധാര എന്ന് ഓർത്താൽ, ധാര സഹകരണ ധാര എന്ന് പറഞ്ഞാൽ ആരുടെ പുസ്തകമാണ്? കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ്റെ പുസ്തകമാണ്. എന്നാൽ വീതിയാകുമ്പോഴോ മാറി, വഴിയായി. വീതി എന്ന് വെച്ചാൽ എന്താണ്? വഴിയാണ് ആര്? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വഴി വെട്ടി തുറന്നിട്ടേക്കുവാ. കണ്ടില്ലേ? ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ പോവാ. വളരെ ഒരു വർഷം 4 നോട്ടിഫിക്കേഷനാണ് CACBക്ക് വരുന്നത്. സോ അത്രയ്ക്ക് വലിയ വഴി അവർ വെട്ടിട്ടേക്കുന്നത് നമുക്കൊരു ജോലി തരാൻ വേണ്ടിയിട്ട്. സോ വഴി ഓർത്ത് വെച്ചേക്കുക. ആരാണ്? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ്, സഹകരണ വകുപ്പിൻ്റെ പബ്ലിക്കേഷനാണ് സഹകരണ വീഥി. ദെൻ സഹകരണ ശബ്ദം കേരള പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാഫ് അസോസിയേഷൻ. സ്റ്റാഫുകളാണല്ലോ എപ്പോഴും കിടന്ന് ബഹളം വെക്കുന്നത്. സാലറി കൂട്ടണം, അത് ചെയ്യണം, ഇത് ചെയ്യണം നമ്മുടെ ബഹളം വെക്കുന്ന ആരാ? സ്റ്റാഫുകളാണ്. അപ്പം ശബ്ദം ഉണ്ടാക്കുന്ന ആരാണ്? സ്റ്റാഫുകളാണ്. ധാരധാരയായിട്ട് പോകുന്ന ആരാ? ഇൻസ്പെക്ടേഴ്സ്. ഇതാണ്ടേ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷനാണ് ധാരധാരയായിട്ട് പോകുന്നത് അല്ലേ. വഴിയൊരുക്കി തരുന്ന ആരാണ്? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ദെൻ അതുപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ പുസ്തകമാണ് കോപ്പറേറ്റീവ് ജേണൽ. ഓക്കെ, ഇതിനടുത്തത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ട് വന്നത്? ഇപ്പം ശബ്ദം ഉണ്ടാക്കുന്ന ആരാണ്? കേരള പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സ്റ്റാഫ് അസോസിയേഷൻ. അവരാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. എന്താണ്? സഹകരണ ശബ്ദം. ഇതിനടുത്തത് സഹകരണ പ്രബോധിനി ആരുടെയാണ്? കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവരൊക്കെ ഭയങ്കര പ്രബുദ്ധരായ ആൾക്കാരാണ്. ആരാണ്? കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പ്രബോധിനി. ഓക്കെ, സഹകരണ പ്രബോധിനി. കൊച്ചിയിലൊക്കെ താമസിക്കുന്ന, കൊച്ചി എറണാകുളം ഒന്നാണല്ലോ. എറണാകുളത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. കൊച്ചിയും ഭയങ്കര പ്രബോധമുള്ള ആൾക്കാരാണ്. ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചേക്കുക. അപ്പം സഹകരണ പ്രബോധിനി, കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പബ്ലിക്കേഷനാണ് സഹകരണ പ്രബോധിനി. ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓർത്ത് വെച്ചേക്കാൻ പറ്റുമല്ലോ. വീഥി നമ്മൾ ആദ്യം ആലോചിക്കുക. ധാരാന്ന് ആദ്യം നമ്മൾ എന്തായിരുന്നു പറഞ്ഞേ? പരസ്പരം സഹായം ചെയ്യുന്ന ആൾക്കാരാണ്. മലബാർ ഏരിയയിലുള്ള ആൾക്കാർക്ക് പരസ്പരം സഹായം ചെയ്യാൻ ഭയങ്കര മനസ്സാണ് അല്ലേ. സോ പരസ്പര സഹായി ആരാണ്? മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പബ്ലിക്കേഷനാണ്. പുസ്തകമല്ല, പബ്ലിക്കേഷനാണ്. എന്താണ്? പരസ്പര സഹായി. ഇതിനടുത്ത് നോക്കിക്കേ, ധാര സഹകരണ ധാര എന്ന് കേൾക്കുമ്പോഴും നമ്മൾ ഓർത്ത് വെച്ചേക്കുക. ആരാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ. ധാര കഴിഞ്ഞു. വീഥി വഴിവെട്ടി തരുന്ന ആരാ? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകാരാണ്. ഓക്കെ, കോപ്പറേറ്റീവ് ജേണൽ ആകുമ്പോഴോ? സഹകരണ ജേണൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്. ഇതിനടുത്തത് ശബ്ദമുണ്ടാക്കുന്ന ആരാണ്? ശബ്ദമുണ്ടാക്കുന്നത് കേരള പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സ്റ്റാഫ് അസോസിയേഷനാണ് ശബ്ദമുണ്ടാക്കുന്നത്. ഇതിനടുത്ത് നോക്കിക്കേ, പ്രബോധിനി സഹകരണ പ്രബോധിനി കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പബ്ലിക്കേഷനാണ് സഹകരണ പ്രബോധിനി. ഓക്കെ ആണോ? ഇതിനടുത്തത് ദ കോപ്പറേറ്റീവ് റിവ്യൂ എന്ന് പറഞ്ഞാൽ എൻ സി ഐയുടെ ക്വാർട്ടർലി പബ്ലിക്കേഷനാണ്. അറിയാലോ, നമ്മുടെ ഇന്ത്യയിലെ സഹകരണ കാര്യങ്ങൾ, പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊപ്പഗണ്ട കാര്യങ്ങളെല്ലാം നോക്കുന്ന ആരാണ്? NCI ആണ് കേട്ടോ. നോക്കിക്കേ. അപ്പം ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ NCIയുടെ പബ്ലിക്കേഷനാണ്. ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ. ഓക്കെ, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, അതിനകത്ത് തന്നെ ഉണ്ട് ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ. ഇനി കോപ്പറേറ്റീവ് ന്യൂസ് ആണെങ്കിലും ഇത് ക്വാർട്ടർലി പബ്ലിക്കേഷനാണ്. ദെൻ കോപ്പറേറ്റീവ് ന്യൂസ്, കോപ്പറേറ്റീവ് ന്യൂസും കോപ്പറേറ്റീവ് ഹൊറൈസണും ഇവരുടെ പബ്ലിക്കേഷനാണ്. ക്വാർട്ടർലി ചോദിക്കുമ്പോഴാണ് എങ്ങനെയാണ്? ക്വാർട്ടർലി അവർ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ക്വാർട്ടർലിയും അവർ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഓർത്താൽ മതി. അപ്പോൾ എങ്ങനെയാണ്? ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ NCUIയുടെ ക്വാർട്ടർലി പബ്ലിക്കേഷനാണ്. ഇതിനടുത്തത് കോപ്പറേറ്റീവ് ന്യൂസ്, കോപ്പറേറ്റീവ് ന്യൂസും കോപ്പറേറ്റീവ് ഹൊറൈസണും ആരുടെ പബ്ലിക്കേഷനാണ്? NCIയുടെ പബ്ലിക്കേഷനാണ്. ദെൻ കോപ്പറേറ്റർ. ഇതാണ്ട് ഇത് നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. ഇതിനകത്ത് വാസ് വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഓർത്തിരിക്കും? വാസ് ചോദിച്ചാൽ വില്യം കിങ് ഓർത്ത് വെച്ചേക്കുക.
വാസ് ആരുടെ പബ്ലിക്കേഷൻ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ദ കോപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ വില്യം കിങ്ങിൻ്റെ പബ്ലിക്കേഷൻ ആയിരുന്നു. ഓക്കെ, എന്നാൽ നോർമലി ദ കോപ്പറേറ്റർ ചോദിച്ചാൽ എൻ സി ഒയുടെ മന്ത്ലി പബ്ലിക്കേഷനാണ്. ക്വാർട്ടർലി ആണ്, റിവ്യൂ ചെയ്യുന്ന ക്വാർട്ടർലി ആണ് കേട്ടോ. ഹൊറൈസണും പിന്നെ ന്യൂസും ആകുമ്പോഴോ എൻ സി ഒയുടെ പബ്ലിക്കേഷൻ ആണെന്നേ ഉള്ളൂ. സോ അപ്പോൾ എന്താണ് ദ കോപ്പറേറ്റർ വാസ് എന്ന് ചോദിച്ചാൽ നമ്മൾ വില്യം കിങ്ങിനെ എഴുതണം. സോ നോർമലി നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ദ കോപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എൻ സി ഒയുടെ മന്ത്ലി പബ്ലിക്കേഷനാണ്. ഇതിനടുത്തത് ദ കോപ്പറേറ്റർ, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഫോർബിഡൻ ഇൻ സ്വീഡൻ, അവരുടെയും പബ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ ദ കോപ്പറേറ്റർ. നോർമലി നമുക്ക് എപ്പോഴും ചോദിച്ചിരിക്കുന്നത് ദ കോപ്പറേറ്റർ എൻ സി ഒയുടെയാണ് ചോദിക്കുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഹിൻറ്റ് കാണും, ഇതാണ് ആൻസർ വരുന്നതെന്നുണ്ടെങ്കിൽ. അതല്ല എൻ സി ഒ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തേക്ക് ഓപ്ഷനിലോട്ട് പോയാൽ മതി. അടുത്തത് വി കോപ്പറേറ്റീവ് ഫോർബിഡൻ ഇൻ സ്വീഡൻ. ഓക്കെ, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് വർക്കർ, കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ, കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ. വർക്കേഴ്സ് ഉള്ളത് എവിടെ? എംപ്ലോയീസിനകത്തല്ലേ. വർക്കറും എംപ്ലോയിയും കൂടെ ഓർത്ത് വെച്ചേക്കുക, കണക്ട് ചെയ്ത് പഠിക്കുക. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ആണ് എന്താണ് കോപ്പറേറ്റീവ് വർക്കർ. ഓക്കെ, കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ്റെ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് വർക്കർ. അടുത്ത കോപ്പറേറ്റീവ് ടൂർ, ഒരുപാട് ടൂറുകൾ പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ആര്? നാഫഡ്. 1958 വന്ന നാഫഡ്. എന്നാ വന്നേ? 1958 വന്നേ. നമ്മൾ ഓരോ ടോപ്പിക് വൈസ് അത് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. സോ അതവിടെ നിൽക്കട്ടെ. കോപ്പറേറ്റീവ് ടൂർ ആരുടെ പബ്ലിക്കേഷനാണ്? നാഫഡിൻ്റെ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ടൂർ. ഇതിനടുത്തത് കോപ്പറേറ്റീവ് പെർസ്പെക്റ്റീവ് ആരുടെയാണ്? വാംനിക്കോമിൻ്റെ പുസ്തകം, പിന്നെ പബ്ലിക്കേഷനാണ്. വാംനിക്കോമിൻ്റെ പബ്ലിക്കേഷൻ്റെ പേരാണ് എന്ത്? കോപ്പറേറ്റീവ് പെർസ്പെക്റ്റീവ്. വൈകുണ്ഠമേത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ആണ് വാംനിക്കോം. ഓക്കെ, ഇതിനടുത്തത് കോപ്പറേറ്റീവ് ഷുഗർ. ഷുഗർ എന്ന് പറഞ്ഞാൽ നാഷണൽ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറി. അപ്പോൾ ഇതിനകത്ത് ഷുഗർ ഉണ്ടായതുകൊണ്ട് തന്നെ ഓപ്ഷനകത്ത് വന്നാലും നമ്മൾ എഴുതും, അതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കത്തില്ലായിരിക്കും. എന്നാൽ ഓർത്ത് വെച്ചേക്കാം, നാഷണൽ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറി, കോപ്പറേറ്റീവ് ഷുഗർ. അടുത്തത് അർബൻ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ആരുടെ പബ്ലിക്കേഷനാണ്? നെഫ്കബിൻ്റെ പബ്ലിക്കേഷനാണ്, ക്വാർട്ടർലി പബ്ലിക്കേഷനാണ് അർബൻ ക്രെഡിറ്റ്. നമ്മൾ എന്താ പറഞ്ഞേ? ഇത്രയും നേരം പറഞ്ഞു, ഒന്നുകൂടെ നോക്കാം നമുക്ക്. വേഗം ഒന്ന് നോക്കിയിട്ട് വരാം അല്ലേ? സോ ഒന്ന് നോക്കിക്കേ. നിങ്ങൾ തന്നെ പറയണം, നിങ്ങൾ ബോർഡിൽ നോക്കാതെ തന്നെ പറയണം. പരസ്പരം സഹായിക്കുന്ന എവിടെ ഉള്ളവരാണ്? മലബാറിലുള്ളവരാണ്. ഇതാണ് മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെയാണ്. ഇതിനടുത്തത് സഹകരണ ധാര ആരാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ. ധാര. വീഥി, വഴിയിരുന്ന ആരാണ്? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. സഹകരണ ജേണൽ, കോപ്പറേറ്റീവ് ജേണൽ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. അടുത്തത് ശബ്ദം, കേരള പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാഫ് അസോസിയേഷൻ. സഹകരണ ശബ്ദം. ദെൻ പ്രബോധിനി, സഹകരണ പ്രബോധിനി ആകുമ്പോഴോ കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിനടുത്ത് നോക്കിയേ, വളരെ വേഗം നോക്കിക്കേ. ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ, ക്വാർട്ടർലി പബ്ലിക്കേഷൻ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഹൊറൈസൺ, കോപ്പറേറ്റീവ് ന്യൂസ്, പബ്ലിക്കേഷൻ ഓഫ് NCVI ആണ്. അതുപോലെ ദ കോപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ, ദ കോപ്പറേറ്റർ എങ്ങനെയാണ്? മന്ത്ലി പബ്ലിക്കേഷനാണ്. ദ കോപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ വില്യം കിങ്ങിൻ്റെയും പബ്ലിക്കേഷനുണ്ട്, കോപ്പറേറ്റീവ് ഫോർബിഡൻ്റെയും പബ്ലിക്കേഷനുണ്ട് സ്വീഡനിലെ. ഓക്കെ, ഇതിനടുത്തത് കോപ്പറേറ്റീവ് വർക്കർ എംപ്ലോയീസ് യൂണിയൻ്റെ. ഇതാണ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ്റെ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് വർക്കർ. കോപ്പറേറ്റീവ് ടൂർ ആകുമ്പം ടൂർ പോകുന്ന ആരാണ്? നാഫഡാണ് ടൂറിന് പോകുന്നതെന്ന് ഓർത്താൽ മതി. നാഫഡ് ടൂർ. വാംനിക്കോമിൻ്റെ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് പെർസ്പെക്റ്റീവ്, വാംനിക്കോമിൻ്റെ പബ്ലിക്കേഷൻ. അടുത്തത് ഷുഗർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെയുണ്ട് നാഷണൽ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറി, കോപ്പറേറ്റീവ് ഷുഗർ. ഇതിനടുത്തത് അർബൻ ക്രെഡിറ്റ്, നെഫ്കബിൻ്റെ ക്വാർട്ടർലി പബ്ലിക്കേഷനാണ് അർബൻ ക്രെഡിറ്റ്. ഓക്കെ ആണോ? ഇതിനടുത്തത്
കോപ്പറേറ്റീവ് ബാങ്കിങ്, അപ്പോൾ അർബൻ ക്രെഡിറ്റും കോപ്പറേറ്റീവ് ബാങ്കിങ്ങും ആരുടെയാണ്? വീക്കിലി പബ്ലിക്കേഷനാണ്, നെഫ്കബിൻ്റെ വീക്കിലി പബ്ലിക്കേഷനാണ്. അടുത്തത് കോപ്പറേറ്റീവ് ന്യൂസ് ഡൈജസ്റ്റ്, ഇത് പ്രീവിയസ് ആണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. കോപ്പറേറ്റീവ് ന്യൂസ് ഡൈജസ്റ്റ്, കോപ്പറേറ്റീവ് ന്യൂസ് ഡൈജസ്റ്റ് RBIയുടെ പുസ്തകമാണ്, RBIയുടെ പബ്ലിക്കേഷനാണ്, RBIയുടെ പബ്ലിക്കേഷനാണ്. കോപ്പറേറ്റീവ് ബാങ്കിങ്, കോപ്പറേറ്റീവ് ബാങ്കിങ് നമ്മൾ പറഞ്ഞു നെഫ്കബിൻ്റെ വീക്കിലി പബ്ലിക്കേഷനാണ്. അടുത്തത് NBS ബുള്ളറ്റിൻ, NBS ബുള്ളറ്റിൻ അത് ചോദിച്ചിട്ടുള്ളതാണ്. ആരുടെയാണ്? SPCS, സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പബ്ലിക്കേഷനാണ് എന്ത്? NBS ബുള്ളറ്റിൻ. SPCSൻ്റെ മന്ത്ലി പബ്ലിക്കേഷനാണ് എന്ത്? NBS ബുള്ളറ്റിൻ. അടുത്ത് നോക്കിക്കേ, ആവാസ് ഭാരതി, ആവാസ് ഭാരതി, ആവാസം, ആവാസം, ആവാസം എവിടെയാ? നാഷണൽ ഹൗസിംഗ് ബോർഡ്. ഓക്കെ, NHBയുടെ പബ്ലിക്കേഷനാണ് ആവാസ് ഭാരതി, ആവാസ് ഭാരതി. ദെൻ ലാൻഡ് ബാങ്ക് ജേണൽ, ലാൻഡ് ബാങ്ക് ജേണൽ NF കാർഡ് ബാങ്ക്. ഓക്കെ, NFCARDB. ഓക്കെ, ഗ്രാമീയ അറിയാം, ഗ്രാമീയ ഇസ് ദ പബ്ലിക്കേഷൻ ഓഫ് നബാർഡ്, ഇത് പ്രീവിയസ് വന്നിട്ടുള്ള ചോദ്യമാണ്. ഗ്രാമീയ ഇസ് ദ പബ്ലിക്കേഷൻ ഓഫ് നബാർഡ്. ഫിഷ് കോപ്സ് അറിയാം, ഫിഷ് കോഫെഡിൻ്റെ പബ്ലിക്കേഷനാണ് ഫിഷ് കോപ്സ്. മീനലോകയും ഫിഷ് കോഫെഡിൻ്റെ പബ്ലിക്കേഷനാണ്. അപ്പോൾ ഫിഷ് കോഫെഡിൻ്റെ പബ്ലിക്കേഷൻ ഏതൊക്കെയാണ്? ഫിഷ് കോപ്സും മീനലോകയുമാണ്. ഗ്രാമീയ എന്ന് പറഞ്ഞാൽ ആരുടെ പബ്ലിക്കേഷനാണ്? നബാർഡിൻ്റെ പബ്ലിക്കേഷനാണ്. മത്സ്യ, മത്സ്യഫെഡിൻ്റെ പബ്ലിക്കേഷനാണ് മത്സ്യ, മത്സ്യഫെഡിൻ്റെ പബ്ലിക്കേഷനാണ് മത്സ്യ. ഇതിനടുത്തത് കിക്മ റീച്ച്, കിക്മയുടെ പബ്ലിക്കേഷനാണ് കിക്മ റീച്ച്. ഇത് വളരെ ഈസി ആയിട്ട് കിട്ടും, അതുകൊണ്ട് അത് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇതിനടുത്തതല്ല, ചിലപ്പോൾ ചോദിക്കും കിക്മ റീച്ച്, കിക്മ ഫെസ്റ്റ്, കിക്മ സർപ്ലസ് അങ്ങനെയൊക്കെ ചേർത്ത് ചോദിക്കും. അപ്പോൾ റീച്ച് ഓർത്ത് വെച്ചേക്കാം, കിക്മ റീച്ച്. ദെൻ ക്ഷീരസന്ദേശം, ക്ഷീരം എന്താണ്? പാല്, മിൽമ, ക്ഷീരസന്ദേശം മിൽമ. ഇതിനടുത്തത് ജാഗൃതി, ഹഡ്കോയുടെ പബ്ലിക്കേഷനാണ് ജാഗൃതി, അത് പ്രീവിയസ് ആണ് കേട്ടോ. ജാഗൃതി ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് ഹഡ്കോ. ദെൻ കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി, കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി ആരുടെ പബ്ലിക്കേഷൻ? ICAയുടെ പബ്ലിക്കേഷനാണ്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി. ICA ബുള്ളറ്റിനും ICAയുടെ പബ്ലിക്കേഷനാണ്. ICA ബുള്ളറ്റിന് കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി ICAയുടെ. ഇതിനൊന്നുകൂടെ നോക്കിയേ, മത്സ്യ എന്ന് പറഞ്ഞാൽ മത്സ്യഫെഡ്, NBS ബുള്ളറ്റിൻ SPCS, ദെൻ അതുപോലെ തന്നെ ആവാസ് ഭാരതി NHB. ഇതിനടുത്തത് ലാൻഡ് ബാങ്ക് ജേണൽ NFCARDB. ഓക്കെ, ഗ്രാമീയ നബാർഡിൻ്റെ പബ്ലിക്കേഷനാണ് ഗ്രാമീയ. ദെൻ ഫിഷ് കോപ്സ്, ഫിഷ് കോഫെഡിൻ്റെ പബ്ലിക്കേഷനാണ് ഫിഷ് കോപ്സ്. ദെൻ മീനലോക എന്ന് പറഞ്ഞാൽ ഫിഷ് കോഫെഡിൻ്റെ പബ്ലിക്കേഷൻ. മത്സ്യ, മത്സ്യഫെഡ്. കിക്മ റീച്ച്, കിക്മ. ദെൻ ക്ഷീരസന്ദേശം, ക്ഷീരസന്ദേശം മിൽമ, ക്ഷീരസന്ദേശം മിൽമ. ദെൻ ജാഗൃതി, ജാഗൃതി ഹഡ്കോ. അതുപോലെ കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി ICA, കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി ICA. ദെൻ ICA ബുള്ളറ്റിൻ ICA, ICA ബുള്ളറ്റിൻ ICA. നോക്കിക്കേ, SPCSൻ്റെ വിശ്വവിജന കോശം നോക്കിക്കേ, SPCSൻ്റെ വിശ്വവിജ്ഞാന കോശം, വിശ്വവിജ്ഞാന കോശമാണ് വിശ്വവിജ്ഞാന കോശം. SPCS സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പബ്ലിക്കേഷനാണ്. തൊട്ട് മുമ്പ് നമ്മളൊരെണ്ണം പഠിച്ചായിരുന്നു അല്ലേ, NBS ബുള്ളറ്റിൻ പഠിച്ചായിരുന്നു. സോ വിശ്വവിജ്ഞാന കോശം SPCS. ഇതിനടുത്തത് ലേബർ കോപ്സ്, ലേബർ എന്ന് പറയുമ്പോഴേ അറിയാം നാഷണൽ ലേബർ കോപ്പറേറ്റീവ്സ്, നാഷണൽ ലേബർ കോപ്പറേറ്റീവ്സ് ഫെഡറേഷൻ ക്വാർട്ടർലി പബ്ലിക്കേഷനാണ് ലേബർ കോപ്സ്. അത് കിട്ടും. ഫിഷ് കോപ്സ്, മീനലോക ഒക്കെ കിട്ടും, നമുക്കതും കിട്ടും. ഇതിനടുത്തത് ദ ഹോം, ദ ഹോം വീട്, അതിനകത്ത് തന്നെ ഉണ്ട്. കോപ്പറേറ്റീവ് ഹൗസിംഗ് മാഗസിൻ ഓഫ് സ്വീഡൻ, സ്വീഡനിലെ കോപ്പറേറ്റീവ് ഹൗസിംഗ് മാഗസിൻ്റെ പബ്ലിക്കേഷനാണ് ദ ഹോം. അടുത്ത് സോവിയറ്റ് കൺസ്യൂമർ, സോവിയറ്റ് കൺസ്യൂമർ സെൻട്രിയോസോയോസിസ്, സോവിയറ്റ് കൺസ്യൂമർ. ഓക്കെ, നമ്മളപ്പം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വരെ പറഞ്ഞത് ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് ആണല്ലേ.
കുറേ വ്യക്തികളെയും നമ്മൾ പഠിച്ചു, വ്യക്തികളെ പഠിച്ചു, അവരെഴുതിയ പുസ്തകങ്ങളും പഠിച്ചു. അതുപോലെ തന്നെ കുറച്ച് പബ്ലിക്കേഷൻസും പഠിച്ചു അല്ലേ. ദെൻ നോക്കാം അടുത്തത്.